ലോകം ഇന്നൊരു രണ്ടാം മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്നും വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ അത് കേവലം പ്രാദേശികമായ ഒരു പോരാട്ടമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ക്രമങ്ങളെയൊക്കെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മഹാവിപത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഇസ്രയേലും അമേരിക്കയും ഒരു വശത്തും ഇറാനും അതിന്റെ സഖ്യകക്ഷികളും മറുവശത്തുമായി നിലയുറപ്പിച്ചിരിക്കുന്ന ഈ പോരാട്ടം രണ്ടാഴ്ചത്തെ വെടിനിർത്തലിന് ശേഷം വീണ്ടും രക്തരൂക്ഷിതമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നിം പുറത്തുവിട്ട പുതിയ ആശ്ചര്യങ്ങൾ എന്ന മുന്നറിയിപ്പ് ലോകരാജ്യങ്ങളെ ഉറക്കം കെടുത്തുന്നതാണ്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ട രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ അന്തരീക്ഷം അതീവ ഗുരുതരമാണ്. സമാധാന ചർച്ചകൾ വിജയിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ലോകം. എന്നാൽ അമേരിക്ക മുന്നോട്ട് വെച്ച കടുത്ത നിബന്ധനകൾ ചർച്ചകളെ വഴിമുട്ടിച്ചു. ഇറാൻ തങ്ങളുടെ യുറേനിയം ശേഖരം പൂർണ്ണമായും കൈമാറണമെന്നും മിസൈൽ പരീക്ഷണങ്ങൾ നിർത്തിവെക്കണമെന്നും അമേരിക്ക നിർബന്ധിച്ചപ്പോൾ അത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഇറാൻ വിലയിരുത്തുന്നത്. ഇതിനിടെ അമേരിക്ക പ്രഖ്യാപിച്ച നാവിക ഉപരോധവും ഓപ്പറേഷൻ എക്കണോമിക് റേഞ്ച് എന്ന സാമ്പത്തിക ഉപരോധവും ഇറാന്റെ ക്ഷമ നശിപ്പിച്ചു. സമ്മർദ്ദത്തിലൂടെയുള്ള ഒരു സമാധാന കരാറിനും തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കിയതോടെ നയതന്ത്രത്തിന്റെ വാതിലുകൾ പാതി മടഞ്ഞു കഴിഞ്ഞു. തസ്നിം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തതുപോലെ വരാനിരിക്കുന്ന യുദ്ധം മുൻപത്തെ പോലെ ആയിരിക്കില്ല. ഇറാൻ തങ്ങളുടെ സൈനിക തന്ത്രങ്ങളിൽ വലിയ അഴിച്ചുപണികൾ നടത്തിയിട്ടുണ്ട്. ഈ പുതിയ ആശ്ചര്യങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇവയാണ്. ശത്രുവിന്റെ ഒരു റഡാറിനും കണ്ടെത്താൻ കഴിയാത്ത വേഗതയിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇസ്രയേലിന്റെ അയൺഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളതാണ്. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകൾ അയച്ച ശത്രുവിന്റെ പ്രതിരോധത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന തന്ത്രം ഇറാൻ പരീക്ഷിച്ചേക്കാം. കുറഞ്ഞ ചെലവിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇതിലൂടെ സാധിക്കും. മലനിരകൾക്കുള്ളിലും ഭൂമിക്കടിയിലും നിർമ്മിച്ചിട്ടുള്ള അതീവ സുരക്ഷയുള്ള താവളങ്ങളിൽ നിന്നും മിസൈലുകൾ വിക്ഷേപിക്കാൻ ഇറാൻ സജ്ജമാണ്. ഇത് അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ നിന്നും ഇറാന്റെ ആയുധ ശേഖരണത്തെ സംരക്ഷിക്കുന്നു. ശത്രുരാജ്യങ്ങളുടെ വാർത്താവിനിമയ ബന്ധങ്ങളും ഊർജ്ജ വിതരണ ശൃംഖലകളും തകർക്കുന്ന സൈബർ ആക്രമണങ്ങളും ഇറാന്റെ പക്കലുള്ള സർപ്രൈസ് ആയേക്കാം. നിലവിലെ സംഘർഷത്തിന്റെ വേരുകൾ കിടക്കുന്നത് 2026 ഫെബ്രുവരിയിലെ സംഭവ വികാസങ്ങളിലാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേരെ നടത്തിയ വ്യാപകമായ ആക്രമണത്തെ ഇറാൻ വലിയൊരു യുദ്ധക്കുറ്റമായാണ് കാണുന്നത്. ആണവ കേന്ദ്രങ്ങൾക്കൊപ്പം ആശുപത്രികളും സ്കൂളുകളും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളും അന്ന് ലക്ഷ്യം വെക്കപ്പെട്ടു. ഇതിലും വലിയ പ്രകോപനം ഉണ്ടായത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ നീക്കം നടന്നപ്പോഴാണ്. ഇതിന് മറുപടിയായാണ് ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലേക്കും ഇസ്രായേൽ നിയന്ത്രണ പ്രദേശങ്ങളിലേക്കും നൂറുകണക്കിന് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. 40 ദിവസം നീണ്ടുനിന്ന കഠിനമായ പോരാട്ടത്തിൽ ഇരുപക്ഷത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ആ യുദ്ധത്തിന്റെ രണ്ടാം ഭാഗമാണ് വെടിനിർത്തലിന് ശേഷം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം എങ്ങനെ ആഗോളതലത്തിൽ പ്രതിഫലിക്കുമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഹോർമുസ് കടലിടുക്കെന്നാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20 മുതൽ 30% വരെ കടന്നു പോകുന്നത് ഈ ചെറിയ ജലപാതയിലൂടെയാണ്. അമേരിക്കൻ നാവികസേന ഹോർമുസിൽ ഉപരോധം ഏർപ്പെടുത്താനോ മൈനുകൾ നീക്കം ചെയ്യാനോ ശ്രമിച്ചാൽ അത് ഇറാന്റെ നേരിട്ടുള്ള സൈനിക പ്രകോപനത്തിനും കാരണമാകും. തങ്ങളുടെ എണ്ണക്കപ്പലുകളെ തടഞ്ഞാൽ ഹോർമുസ് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇത് സംഭവിച്ചാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 3 ഇരട്ടിയായെങ്കിലും വർദ്ധിക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ഇത് തകർക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ലോകത്തെ വലിയൊരു വിഭാഗം കപ്പൽ ഗതാഗതവും ഈ മേഖലയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന യുദ്ധം ആഗോള വിതരണ ശൃംഖലയെ നിശ്ചലമാക്കും. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഇറാനുമായുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. ഇറാൻ പൂർണ്ണമായും കീഴടങ്ങണമെന്നും അവരുടെ ആണവ മിസൈൽ ശേഷികൾ ഉപേക്ഷിക്കണമെന്നുമാണ് ട്രംപിന്റെ വാദം. എന്നാൽ അമേരിക്കൻ സൈനിക നേതൃത്വത്തിനിടയിൽ തന്നെ ഈ യുദ്ധം എത്രത്തോളം ഫലപ്രദമാകുമെന്ന കാര്യത്തിലും ഭിന്നതയുണ്ട്. അമേരിക്കൻ നേവി സെക്രട്ടറി ജോൺ സി ഫെന്നന്റെ പെട്ടെന്നുള്ള രാജി ഭിന്നതയുടെ തെളിവായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇറാൻ പറയുന്നത് പോലെ യുദ്ധം ദീർഘകാലം നീണ്ടുപോവുകയും അമേരിക്കൻ സൈനികർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്താൽ അത് ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും. എങ്കിലും ഇസ്രായേലിന്റെ സുരക്ഷ മുൻനിർത്തി ഇറാനെ സൈനികമായി നേരിടുക എന്ന നിലപാടിൽ നിന്നും പിന്മാറാൻ ട്രംപ് തയ്യാറല്ല. യുദ്ധം ഒഴിവാക്കാൻ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇറാനുമായും അമേരിക്കയുമായും ഒരേപോലെ ബന്ധം പുലർത്തുന്ന ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും തങ്ങളുടെ മണ്ണിലേക്ക് യുദ്ധം പടരാതിരിക്കാൻ ജാഗ്രതയിലാണ്. ഇറാൻ പറയുന്നത് തങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്നാണ്. പക്ഷേ ആ സംവാദം തുല്യമായി പരിഗണനയോടെ ആയിരിക്കണം. ഉപരോധം പിൻവലിക്കാതെയും സൈനിക ഭീഷണി അവസാനിക്കാതെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് അബ്ബാസ് അറാഗ്ചി ആവർത്തിക്കുന്നു. അടുത്ത കുറച്ച് മണിക്കൂറുകൾ പശ്ചിമേഷ്യയുടെയും ലോകത്തിന്റെയും ചരിത്രത്തിൽ അതിനിർണായകമാണ്. ഇറാൻ മുന്നറിയിപ്പ് നൽകുന്ന ആശയങ്ങൾ വെറും വാക്കുകളല്ലെന്ന് അവരുടെ സൈനിക വിന്യാസങ്ങൾ തെളിയിക്കുന്നു. ഒരു ചെറിയ തീപ്പൊരി പോലും ലോകത്തെ ഒരു 3ാം മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. നയതന്ത്രം പരാജയപ്പെടുകയും സൈനികർ ഏറ്റുമുട്ടുകയും ചെയ്താൽ അതിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങില്ല. വികസിത രാജ്യങ്ങൾ മുതൽ ദരിദ്ര രാജ്യങ്ങൾ വരെ ഇതിന്റെ സാമ്പത്തിക ഭാരം പേറേണ്ടി വരും. സമാധാനത്തിനായുള്ള അവസാന നിമിഷ ശ്രമങ്ങൾ വിജയിക്കുമോ അതോ പശ്ചിമേഷ്യൻ മണ്ണ് വീണ്ടും ചോരയാൽ ചുവക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.
ഇറാന്റെ ഓരോ നീക്കവും ലോകത്തിന്റെ ഓരോ ചലനത്തെയും ബാധിക്കുന്ന ഈ സന്ധിയിൽ സമാധാനമാണ് ഏക രക്ഷാമാർഗം.